നവവും മാനുഷിക മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു ജീവിത രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമി എന്ന ഈ ജീവഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ജീവഗ്രഹം ഇതേപോലെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഭൂമി എന്ന ഈ ജീവഗ്രഹം നിലനിൽക്കുന്നതിനായിട്ട് സന്തുലിതവും സഹവർത്തിത്വത്തോടു കൂടിയതുമായിട്ടുള്ള പ്രകൃതി സൗഹാർദ്ദ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും മനുഷ്യജീവിതത്തിൻ്റെ ഊർജം കേന്ദ്രബിന്ദുവാക്കി മാറ്റിക്കൊണ്ടും ലോകാനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടും മാത്രമേ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൻ്റെ പകുതിയെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുകയും മനുഷ്യ ഊർജം മുഴുവനും കേന്ദ്രീകൃത ബിന്ദുവിലേക്ക് ആവാഹിച്ചുകൊണ്ടും ഒരു ലോകാനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടും ജീവിക്കുന്നതിന് എതിരാളികളുണ്ട്. അത് ലോക സംഘടനയിൽ നിന്ന് വരുന്നതാണ്. ഈ ലോകം മൊത്തമായിട്ട് എടുക്കുമ്പോൾ അവിടെയുള്ള മുതലാളിത്ത തന്ത്രങ്ങൾ അതിൻ്റെ ഇടയിൽ വരും. ഏതൊക്കെ രീതിയിൽ വരും? സാമ്പത്തിക മാന്യമായിട്ട് വരും, അല്ലെ? സാമ്പത്തിക മാന്യം എല്ലാവർക്കും അറിയാം. സാമ്പത്തിക മാന്യമായിട്ട് വരും. അത് കഴിഞ്ഞ് അന്യോന്യ വൈരമായിട്ട് വരും, അന്യോന്യമുള്ള വിരോധമായിട്ട് വരും. ആ വിരോധം യുദ്ധത്തിലേക്ക് പോകും, പിന്നീട് അത് തൊഴിലില്ലായ്മയായിട്ട് മാറും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് ഈ ലോക മുതലാളിത്തം എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? നമ്മുടെ സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യ മൂല്യം എന്ത് എന്നുള്ളത് നമ്മൾ സ്വയം അനുഭവിക്കുന്നില്ല. അത് നമ്മുടെ മനസ്സിൽ സ്വപ്നത്തിൽ മാത്രം അനുഭവിക്കുന്നു. അതാണ് സ്ത്രീക്ക് ഇവിടെയുള്ള ഒരു സ്ഥാനം. അക്കാദമിക്ക് പണ്ഡിതന്മാരുമായ സമലോകം വായിക്കാൻ തെലുങ്ക് സർക്കാർ സമലോകം ഒരു പാഠപുസ്തകമായി അംഗീകരിച്ചു നടപ്പിലാക്കിയിട്ടുണ്ട്. ടീച്ചർ ജില്ലാ സബ് കമ്മിറ്റി കൺവീനർ ഉദ്ഘാടന കമ്മിറ്റി അംഗം ശ്രീ ഇ പ്രഭാകര പൊതുവാൾ ജില്ലാ പെൻഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അവരെ കൂടാതെ ശ്രീമതി പാർവതി പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സെമിനാറിൽ സംസാരിക്കുന്ന നമ്മുടെ മെമ്പർ ശ്രീ പി കെ മാധവൻ നായർ, ജില്ലാ പ്രസിഡന്റ് പി ആർ പാർവതി, എല്ലാറ്റിനുമുപരി കാരടക്കാർ, അതുപോലെ തന്നെ ഈ സെമിനാറിന് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നെത്തിയ വനിതാ പ്രവർത്തകരെ, അതുപോലെ തന്നെ നമസ്കാരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് നടത്തുന്ന സംഘടിപ്പിച്ച വനിതാ സെമിനാറാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിക്രമങ്ങളും സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും എന്നതാണ്. ഒരു പുതുമയില്ല എന്നൊക്കെ സ്വാഭാവികമായും തോന്നിപ്പോകാം. പക്ഷേ ചെയ്യുന്ന ഇടങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിയമവശം നമുക്ക് അനുകൂലമാണെങ്കിലും എല്ലാം ഇന്നും തുടരുന്നു. സൂചിപ്പിച്ച പല കാര്യങ്ങളും പല ഉദാഹരണങ്ങളും ഒക്കെ കേരളം ഒരതിർത്തി മുന്നോട്ട് പോയിട്ട് സാമൂഹിക പരിഷ്കർത്താക്കള് സ്ത്രീകൾക്കുള്ള ഉന്നമനത്തിന് അവര് സ്ത്രീകളുടെ ആത്മബോധത്തെയും
സ്ത്രീകളുടെ മറ്റെല്ലാ തരത്തിലുള്ള വികാരങ്ങളും സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ 80-കളിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് യുദ്ധം ചെയ്തവരാണ് നമ്മൾ. സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായി. ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹമാണ് കൂടുതൽ ധൈര്യപൂർവ്വം നിൽക്കുന്നവരാണ് സ്ത്രീകൾ. സ്ത്രീകൾക്ക് നല്ല ധൈര്യമുണ്ട്. പുരുഷനേക്കാൾ കൂടുതൽ ധൈര്യം പല സന്ദർഭങ്ങളിൽ സ്ത്രീകളാണ് കാണിക്കുന്നത്. അപ്പൊ ആ സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ ഉത്തേജനമായിട്ടിരുന്ന പ്രധാന വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികള്. അതുമാതിരി ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് നമ്മളോട് ഉദ്ബോധിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുസ്വാമികള്. അതുമാതിരി തന്നെ VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സ്ത്രീകളെ അവരുടെ ഇല്ലങ്ങളിൽ നിന്നും അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് വലിച്ച് പുറത്തിട്ട മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു നാടകമൊക്കെ എഴുതിയിരുന്നു. അരങ്ങിൽ അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് എന്ന് പറഞ്ഞൊരു നാടകം. ഇത്തരത്തിലുള്ള ധാരാളത്തിലധികം സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അനേക നേതാക്കന്മാര് നമുക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമുക്ക് ഈ സ്ത്രീ എന്താണ് തുല്യ പങ്കാളിത്തം എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് തന്നെ അറിയുന്നില്ലായിരുന്നു. നമ്മളൊരു വെറും വെറും ഭോഗവസ്തു മാത്രമായി അധപ്പതിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് നമ്മെ ഇത്തരത്തിലുള്ള വികാരങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള ബോധങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിച്ച അനേകം സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതാക്കന്മാര് നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന വിദ്യാഭ്യാസത്തിലും ഇന്ന് നമുക്കുണ്ടാകുന്ന തൊഴിലിലും എല്ലാം നമ്മൾ മുൻപന്തിയിലേക്ക് വന്നത്. ഒരു കാലഘട്ടത്തില് പുരുഷ മേധാവിത്വം സ്ത്രീക്ക് അപ്രാപ്യമെന്ന് കരുതി മാറ്റിവെച്ചിരുന്ന പലയിടങ്ങളിലും ഇന്ന് സ്ത്രീകളെ ഒറ്റക്കും കൂട്ടായിട്ടും അവളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും ഇത്രയധികം നമ്മൾ പുരോഗമിച്ചിട്ടും തൊഴിലിടങ്ങളിൽ നമുക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് യാതൊരു അവസാനവും ഇല്ല. നമുക്ക് മാത്രമല്ല, അത് പുരുഷനും കൂടി ബാധകമാണ്. അപ്പൊ പൊതുവിൽ നോക്കൂ, മനുഷ്യ ചലനങ്ങളുടെ എല്ലാത്തിൻ്റെയും മേലെ നിൽക്കുന്നത് പണവും ലാഭവും മാത്രമാണ്. അത് മാത്രമുള്ള ഈ ഒരു സമൂഹത്തിൽ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കുറെ മുതലാളിത്ത വർഗങ്ങളുണ്ട്. അവര് തൊഴിലാളികളെ കേവലം യന്ത്രങ്ങളാക്കി ഗണിച്ച് അവരിൽ നിന്നും മിച്ചമൂല്യം കവർന്നെടുത്ത് കൊഴുത്ത് തടിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ചൊന്നും ആരെന്ന് പരിഗണിക്കുന്നതേയില്ല. കന്നുകാലികളുടെയും അവരുടെ ജോലിഭാരത്തിന്റെ തുറന്ന കത്തെഴുതി അവർക്ക് ഈ റിട്ടയർഡ് ജഡ്ജിമാരൊക്കെ ഇരിക്കുന്ന ഒരു കമ്മീഷനാക്കിയാൽ നമുക്ക് സമാധാനം. ഒരു കമ്മീഷൻ രൂപീകരിച്ച് ആ കമ്മീഷന്റെ അവസ്ഥ പിന്നെ നമ്മൾ ചിന്തിക്കാറില്ല. അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടോ, ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞു, അതിലെന്താണ് മറുപടി, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുമായി തന്നെയാണ് ഇവിടെ അവരെ ഇതിന് വേണ്ടിയിട്ടൊരു അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് എവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ അച്ഛൻ പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലുള്ള നിയമ നടപടികൾക്ക് മുതിരുന്നില്ല, കാരണം അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് എന്റെ ഭാര്യയോട് ഈ തുറന്ന കത്ത് എഴുതാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു മരണം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ അന്യായ ജോലി ചെയ്യുന്ന 4 മാസത്തിനിടയിൽ 2 പ്രാവശ്യമാണ് അവളുടെ നാട്ടിലേക്ക് വന്നത്. ഈ 2 ദിവസവും ഒരു സ്ഥലത്ത് ഈ കുട്ടി പോവുകട്ടെ, ഒരാളെ കാണുകയാട്ടെ, ഒരു തരത്തിലുള്ള മറ്റ് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുകയാട്ടെ ചെയ്തിട്ടില്ല. കാരണം ഒരു കെട്ട് അസൈൻമെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വർക്ക് അറ്റ് ഹോം എന്നൊക്കെ അറിയാലോ, വീട്ടിൽ വന്നിട്ടുള്ള വർക്ക്. ശനി ഞായർ ലീവാണെന്നാണ് വെപ്പ്. പക്ഷെ ആ ശനി ഞായറും ഒരാൾക്കും ലഭിക്കാതെ അവരുടെ കയ്യിൽ ഒരു കെട്ട് അസൈൻമെന്റ്സ് ഉണ്ടാവും. അത് മുഴുവൻ വീട്ടിൽ വന്ന് രാത്രി 12 മണി വരെ 2 മണി വരെ ഇരുന്ന് ചെയ്ത് കണ്ണൊക്കെ അങ്ങനെ സ്വന്തം കൊടുത്തിട്ടാണ് ഈ കുട്ടി പുറത്തേക്ക് വരിക. എങ്ങനെയാണ് മാനസിക പീഡനമില്ലാതിരിക്കുക? പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ വളരെയധികം ഉത്തരവാദിത്തമുള്ളവരാണ്, അല്ലെ? ഞാൻ പറയുമ്പോൾ അതിന് നിഷേധിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞാനൊരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. നമുക്ക് വളരെയധികം ഉത്തരവാദിത്ത ബോധമാണ്. ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയും നടത്തി കൊടുക്കണം എന്നൊരു വിചാരം നമുക്ക് വരും, അല്ലെ? നമ്മൾ കുടുംബം നയിക്കുന്നവരാണ്, മക്കളെ നോക്കുന്നവരാണ്. ആ ഉത്തരവാദിത്തം നമുക്കില്ലെങ്കിൽ നമ്മുടെ മക്കൾ കയർന്നു വരില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ സ്ത്രീകളോടാകും ഇത് കൂടുതൽ ഇവർക്ക് കാണിക്കാൻ പറ്റും. കുറെ തൊഴിൽ, കുറെ അസൈൻമെന്റ്സ് അവർക്ക് കൊടുക്കുമ്പോ ആ സ്ത്രീകൾ പാവങ്ങള് ആദ്യം അതെല്ലാം ന്യൂലി റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ആദ്യം തന്നെ
ജോലി ചെയ്യുന്നവര് കുറച്ച് സർവീസ് മാത്രമുള്ളവർക്ക് അവർക്കാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ അവര് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തീർക്കുന്നതോടെ അതിന്റെ പിന്നാലെ വീണ്ടും വരും. ഒന്നും കൊണ്ടില്ല. സ്ത്രീകളായതുകൊണ്ട് ആരെങ്കിലും ജോലിക്കൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും ജോലി എനിക്ക് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വേണ്ടാതെ ഈ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന്റെ മേലെ ജോലികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഇവരോട് ചോദിക്കാൻ ആരുമില്ല. ഈ കർണാടക കമ്പനിക്കാരോട് ചോദിക്കാൻ ആളില്ല. കാരണം അവർ ഓരോരോ ആളുകളെയും ജോലിയിൽ ചേർക്കുമ്പോൾ മരണ വാറണ്ട് പോലെ അനേകം പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങും. ഇത് നമുക്ക് നല്ല പരിചയമാണ്. അതെ, ഇങ്ങനെ ഈ ഒപ്പിട്ട് കൊടുക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് ലോൺ വാങ്ങിക്കാത്തവരാരുണ്ടോ? ഞാനില്ല. ഞാനെപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. ഒരേ പേജിൽ തന്നെ 4-5 ഒപ്പിട്ട് വരും ചിലപ്പോ. എന്തിനാണ് എഴുതുന്നത്? അതിലെന്താ എഴുതിയിരിക്കുന്നത്? ആരും വായിക്കണ്ട. നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന പൈസയും കിട്ടിയാല് വേറെ സ്ഥലപ്പെട്ടാളെന്നുള്ള വിചാരമാണ്. അതുമാതിരിയാണ് ഈ കുട്ടികള്. അവർക്കൊരു തൊഴിൽ കിട്ടുമ്പോൾ ആ തൊഴിൽ കിട്ടണമെങ്കിൽ ഇന്ന പേപ്പറുകളിൽ ഒപ്പിട്ടാൽ അതിൽ കുറെ കെട്ട് പേപ്പർ കൊണ്ട് താഴെ മുഴുവൻ 4 പേപ്പറോട് എന്തിനാണ് എഴുതുന്നത്? 25 മുഴുവൻ ഒപ്പിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ കടലാസ് എടുത്തവരെ മുന്നിൽ വെക്കും. നിങ്ങൾ ആദ്യം തന്നെ ഞങ്ങളോട് സമ്മതിച്ചിട്ടാണ് ഈ ജോലിയിൽ കയറി. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊബേഷണറി പീരീഡ് അനങ്ങാൻ പറ്റില്ല. ഒരു ജോലി കുട്ടിന് പറയാൻ പറ്റില്ല. ഒക്കെ ഇതുമായി ബന്ധിപ്പിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അനേകന്മാരുള്ള പെൺകുട്ടികള് ഈ ആത്മസംഘർഷ നിമിത്തം ഇത്തരത്തിലുള്ള ജോലി ബാധ്യത കാരണം, ജോലി സമ്മർദ്ദം കാരണം ഹൃദയാഘാതം വന്നു പോകുന്നത്. അന്ന മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ അങ്ങനെ അവരുടെ മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞു, അന്നയെ കുറിച്ച് നമ്മൾ അറിയാനുള്ള കാരണം ഇത് മാത്രമാണ്.